ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ സന്ധ്യാലക്ഷ്മി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പയറുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ചെറുപയർ, 2 പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി. ചെറുപയർ നമുക്ക് നന്നായിട്ട് കഴുകി കുക്കറിലെടുക്കാം കേട്ടോ. അതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 8 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ മുഴുവനൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും, അരിയേണ്ട ആവശ്യമില്ല. നമ്മുടെ പയർ നമ്മൾ കുതിർക്കാത്ത പയറാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് വെന്ത് കിട്ടുവേ. പിന്നെ ഒരു 2 പച്ചമുളക് 4ആയിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം അളവ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും, ആവശ്യത്തിന് ഉപ്പും, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേവിച്ചെടുക്കാം. ആദ്യത്തെ ഒരു ഫിസിൽ വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 4 ഫിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കേണ്ടത്. അപ്പോഴത്തേക്കും നമുക്ക് 1 കൈപ്പിടി തേങ്ങയും പെരിഞ്ജീരകമാണ് കേട്ടോ, 1/2 സ്പൂൺ പെരിഞ്ജീരകവും 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ വെന്തിരിക്കുന്ന പയറിലോട്ട് ഈ അരപ്പും 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കലക്കിയെടുക്കാം കേട്ടോ. കലക്കുമ്പം നമ്മളൊന്ന് ഉടച്ച് കലക്കുക. നന്നായിട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് കലക്കിയെടുക്കുക കേട്ടോ. ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മുളക് പൊടി നമ്മളൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ എരി കാണും. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുറുക്കി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് മൂപ്പിക്കുക. മൂത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ റെഡിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് മസ്റ്റായിട്ടും പുട്ടിൻ്റെ കൂടെ ട്രൈ ചെയ്യണം കേട്ടോ. പുട്ടും പപ്പടവും ഈ കറിയും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കണം. അപ്പോൾ ബൈ.